സർക്കാരിനും പാർട്ടിക്കുമെതിരെ പി.വി. അൻവർ മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ഈ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രസ്താവനയിൽ പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അൻവർ മുൻ നിലപാട് തിരുത്തുമ്പോൾ CPIMന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. വിജിൻ വായാന്തോട. ADGP MR അജിത് കുമാറിനും ഒപ്പം തന്നെ ഉയർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായി പി.വി. അൻവർ MLA ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുകയും അത് പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം പാർട്ടി സെക്രട്ടറിക്കും ആ പരാതിയുടെ കോപ്പി പി.വി. അൻവർ നൽകുകയും ചെയ്തു. വീണ്ടും ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തെ കൂടി തീരുമാനിച്ചതിന് ശേഷവും പി.വി. അൻവർ നിരന്തരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പി.വി. അൻവർ ഒരു ഇടതുപക്ഷ MLA ആണ്, പാർലമെന്ററി പാർട്ടി അംഗമാണ്, പക്ഷേ CPIM അംഗമല്ല. എന്നിരുന്നാലും ഒരു ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പി.വി. അൻവർ നിരന്തരമായി ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പാർട്ടിയെയും സർക്കാരിനെയും ഇകഴ്ത്തി കാട്ടുന്ന നിലയിലേക്ക് മറ്റൊരു തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സഹായകമാകുന്നു, പാർട്ടി ശത്രുക്കൾക്ക് അത് ഉപകാരപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ള കൃത്യമായ കാര്യമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും അത്തരത്തിലുള്ളൊരു പത്രക്കുറിപ്പിലൂടെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് ഒരു യോജിക്കുന്ന പ്രവണതയല്ല. CPIMനെ പോലുള്ളൊരു പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇതൊരു യോജിക്കുന്ന പ്രവണതയല്ല എന്ന കാര്യം CPIM വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതിയായി ലഭിച്ച കാര്യങ്ങൾ ഒക്കെ നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം, അത് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ ഉൾപ്പെടെ പരിശോധനകൾ പാർട്ടി ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് പി.വി. അൻവർ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് അത് CPIM സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം, ഏത് തരത്തിലുള്ള പരിശോധന നടത്തണം എന്ന കാര്യം ഉൾപ്പെടെ CPIM പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണ തലത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ, നടപടികൾ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും നിരന്തരമായി ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഈ ശത്രുക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പര്യാപ്തമാക്കുന്ന നിലയിലാണ് ഉണ്ടാകുന്നത് എന്ന കാര്യം CPIM വ്യക്തമാക്കുന്നു. എന്തായാലും പി.വി. അൻവർ എന്ന ഒരു MLA, ഇടതുപക്ഷ MLA ഈ നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് അത് ഒരു തരത്തിലും ഒരു ശരിയായ രീതിയല്ല എന്ന കാര്യമാണ് സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് സർക്കാരിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തത്. ശരി വിജിൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം, പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അൻവറിനോടുള്ള നിലപാട് വ്യക്തമാക്കൽ, അതിനൊക്കെയും പിന്നാലെ പി.വി. അൻവർ ഇനി പരസ്യ പ്രസ്താവനയ്ക്കില്ല, പാർട്ടിയിലും സർക്കാർ സംവിധാനത്തിലും പൂർണ്ണ വിശ്വാസം എന്ന് പ്രതികരിക്കുന്നു പി.വി. അൻവർ.